ഈ തിരഞ്ഞെടുപ്പ് എന്നത് ആവേശമാണെങ്കിലും അതിനു പിന്നിൽ വലിയൊരു ചിലവ് ഒളിഞ്ഞുകിടപ്പുണ്ട്. പോസ്റ്ററും ബാനറുകളും പൊതുസമ്മേളനങ്ങളും റാലികളും ഉൾപ്പെടെ ഒരു വലിയ സാമ്പത്തിക ചെലവ് ഓരോ സ്ഥാനാർത്ഥിക്കും പാർട്ടിക്കും ഉണ്ടാകാറുണ്ട്. അഥവാ തോറ്റാലോ കെട്ടിവെച്ച കാശ് പോലും ഭസ്മമാകുന്ന കാഴ്ചകളും പലരുടെ കാര്യത്തിലും കാണാനും കഴിയും. 95 ലക്ഷം രൂപയായിരുന്നു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിശ്ചയിച്ച ചെലവ് പരിധി. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞ ക്ഷീണത്തിൽ നിന്നും കരകയറിയ കേരളത്തിലേക്ക് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ ചെലവിട്ട തുകയുടെ കണക്ക് എത്തിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥികളിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തുക പ്രചാരണത്തിനായി ചെലവിട്ടത് കോൺഗ്രസ് നേതാവ് ശശി തരൂരാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ, നേരെ ഓപ്പോസിറ്റ് വയനാട്ടിലെ തന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രയത്നിച്ച രാഹുൽ ഗാന്ധി 10ാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത്. ഇരുവരും ജയിച്ചു കയറി എന്നതാണ് ഈ കണക്കുകളിൽ ശ്രദ്ധേയമായ കാര്യം. തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചാരണത്തിന് 94.89 ലക്ഷം രൂപ ശശി തരൂർ ചെലവഴിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിമ മൊണ്ടൽ ആണ് ഏറ്റവും കുറവ് തുകയായ 12,500 രൂപ ചെലവിട്ടത്. കണക്കുകളിൽ 3ാം സ്ഥാനത്ത് പൊന്നാനിയിൽ നിന്നുമുള്ള 94.69 ലക്ഷം രൂപ ചെലവിട്ട മുസ്ലിം ലീഗ് അംഗം അബ്ദുൽ സമദ് സമാദിയാണ്. വയനാട്ടിൽ നിന്നും ജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 92.82 ലക്ഷം രൂപയുമായി 10ാം സ്ഥാനത്തുമുണ്ട്. ആദ്യത്തെ 15 പേരിൽ കോൺഗ്രസിന്റെ 5 സ്ഥാനാർത്ഥികളും BJPയുടെ 3 സ്ഥാനാർത്ഥികളുമുണ്ട്. 95 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച ചെലവ് പരിധി. ആന്ധ്രാപ്രദേശ്, കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങൾക്ക് 95 ലക്ഷം രൂപ, അരുണാചൽ പ്രദേശ്, ഗോവ, ലക്ഷദ്വീപ് തുടങ്ങിയ ചെറിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 75 ലക്ഷവുമായിരുന്നു ചെലവ് പരിധി. എല്ലാറ്റിനുമുപരി ലത്തീൻ സഭയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പിന്തുണ നൽകിയതിനാൽ തീരദേശ പ്രദേശങ്ങളിൽ തരൂരിന് തന്റെ പരമ്പരാഗത കത്തോലിക്ക വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് കരുതപ്പെട്ട അവസാന നിമിഷത്തിലായിരുന്നു BJPയുടെ മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറിനെ പടവെട്ടി തരൂർ ജയിച്ചു കയറിയത്. വിദ്യാഭ്യാസം കൊണ്ടും വസ്തുനിഷ്ഠമായ പഠനം കൊണ്ടും ഈ രാജ്യത്തിന് ഇണങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയായിരുന്നു ശശി തരൂർ. തിരുവനന്തപുരം ലോക്സഭാ സീറ്റിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ പാറശാല, നെയ്യാറ്റിൻകര, കോവളം, തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖല എന്നിവ അദ്ദേഹത്തിന് ലീഡ് നൽകിക്കൊണ്ട് 16,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തരൂർ വിജയം നേടി. അതേസമയം തരൂർ ബജറ്റിനെ കുറിച്ച് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ആ വീഡിയോ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ്. ബജറ്റ് ചർച്ച അവസാനിക്കുമ്പോൾ ബഹളം മാറ്റി വസ്തുതകളെ നേരിടാം എന്ന ടൈറ്റിലും നൽകി ഇന്ന് ആദായ നികുതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ നിർമ്മല സീതാരാമൻ തയ്യാറെടുക്കുമ്പോഴാണ് GST ഇപ്പോഴും അവശ്യ വസ്തുക്കളെ തകർക്കുന്നു, ആദായ നികുതി ഇളവുകൾ ഒരു അനുകൂലികമായി കരുതിക്കൂട്ടി കെട്ടിച്ചമയ്ക്കപ്പെടുന്നു, ഇന്ധനവിലകൾ, വാറ്റ്, എക്സൈസ്, സംസ്ഥാന നികുതികൾ എന്നിവയുടെ കുഴപ്പമായി തുടരുന്നു, വ്യവസ്ഥ ശരിയാക്കാൻ യഥാർത്ഥ ശ്രമമൊന്നുമില്ല, ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് വിജയിക്കുന്നത് എന്ന ചോദ്യം നൽകിക്കൊണ്ട് തരൂർ വീഡിയോ പങ്കുവച്ചിരിക്കുന്നു. ആ വീഡിയോ കൂടി നമുക്ക് കാണാം. Coldplay said fix you, but the finance minister says tax you, and then politely ask you to adjust. If only the budget shone as brightly as Coldplay's lyrics. Instead, it's more like The Scientist, full of promises, but ultimately leaves us with one question: where did we go wrong? And as for the deficit, even my moon goggles can't turn this disaster into a sky full of stars. Now what we're getting instead is a spreadsheet full of scars. At this rate, even Chris Martin wouldn't be able to find paradise in these numbers. But don't worry, they'll still tell us, look at the stars, look how they shine for you, while conveniently dimming the lights on reality and on our bank accounts.